ദേവാലയത്തിനടുത്തു പിടിച്ചോ ഒക്കെ പിടിക്കണം അല്ലേ ഇതെന്നാ ദേവാചാര്യ എന്നാത് പറഞ്ഞു കൊടുക്ക് ദൈവം കാണുന്നുണ്ട്. കണ്ണ് തുറന്ന് നോക്ക് കാണുന്നില്ലേ? പ്രതിഷ്ഠയാണ് മാതാവിൻ്റെ പ്രതിഷ്ഠയാണ്. മാതാവിൻ്റെ പ്രതിഷ്ഠയാണ്. മാതാവിൻ്റെ പ്രതിഷ്ഠ മാതാവിൻ്റെ പ്രതിഷ്ഠ. അത് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്ക് ദൈവത്തിന്. മാതാവിൻ്റെ പ്രതിഷ്ഠയാണ്. മാതാവിൻ്റെ പ്രതിഷ്ഠ. രണ്ട് ചൂടും കേട്ടിട്ടില്ല. ഇല്ല ഇനി അതാണ് നല്ലതെന്ന് തോന്നുന്നു. അതെ താങ്കളൊന്ന് പറഞ്ഞേ. എന്നാ പറഞ്ഞു? കാവിലമ്മേൻ്റെ പ്രതിഷ്ഠ. ഒന്ന് മൂന്നും പറഞ്ഞേ എന്നാലേ കേൾക്കും. ചിലപ്പോ കേട്ടണോന്നറിയില്ല. എന്തോ കേട്ടേ ഇപ്പൊ. അതെയാ അങ്ങനെ അങ്ങനെ എന്നാ പറഞ്ഞേ? ഓർക്കത്തമ്മേന്റെ പ്രതിഷ്ഠ എന്നാ പറഞ്ഞത്. അങ്ങനെയും പറഞ്ഞേ ഉള്ളൂ. മനസ്സിലാവുന്നത് പറഞ്ഞു കൊടുക്കുമെന്ന് ഉറക്കത്താ ഓർക്കത്തമ്മേന്റെ പ്രതിഷ്ഠ. എന്തുന്നാ ഉറക്കത്തമ്മേന്റെ പ്രതിഷ്ഠ? ഓർക്കളത്ത് ഓർക്കളത്തമ്മേന്റെ പ്രതിഷ്ഠ. ഒന്ന് ഒച്ചയെ പറഞ്ഞൂടെ? ഉറക്കത്തമ്മേന്റെ പ്രതിഷ്ഠ അങ്ങനെയാന്ന് പറഞ്ഞത്. അങ്ങനെ കേട്ടിന് ഓർക്കളത്തമ്മേന്റെ പ്രതിഷ്ഠ. അത് പൈസ കേട്ടിനാ? ഓർക്കത്തമ്മേന്റെ പ്രതിഷ്ഠ അല്ലേ? ഇങ്ങനെ ഡുണ്ടുണ്ടു അങ്ങനെ മതി. അത്രേ ഉള്ളൂ, കൂടുതൽ വേണ്ട. അധികം വേണം ശബ്ദം അധികം വേണം. അധികം വേണ്ട. നീ വ്യക്തമായിട്ട് പറയണേ. അങ്ങോട്ട് കിടക്കാം. അങ്ങോട്ടൊന്നും കിടക്കണ്ട. അങ്ങോട്ട് കിടക്കണ്ട. എന്നാ ദേവാചാര്യ? വിഷ്ണു എന്നാ പറയുന്നു. വിഷ്ണു എന്ന് പറയുക മഹാവിഷ്ണു. മഹാവിഷ്ണു. മഹാവിഷ്ണു എന്നാ പറയുന്നു. മഹാവിഷ്ണു. അത് പൊന്മകളെ പ്രതിഷ്ഠയാണ്. പൊന്മകളെ പ്രതിഷ്ഠ. ഒരു മുളന്നല്ല പൊന്മകള്, ഒരു മുളല്ല. മുളന്ന് മാത്രമേ കേൾക്കുന്നില്ല. ഒച്ചയെ പറഞ്ഞു കൊടുക്കേ. അത്രേ പോലും. ഇതെല്ലാം ഉണ്ട് ദൈവേ. നോക്കിക്കോണം കേട്ടോ. ഇടക്കിടക്ക് ഓരോന്ന് കൂട്ടിക്കോ. ഒരേ തൂക്കം. ഒരേ തൂക്കാണ്. രണ്ടു തട്ടേ ഉള്ളൂ. ബാക്കി ദൈവം കൊണ്ട് ഏകാഗത്തിന് പോയില്ല. ഏകാഗം ഏരിയാണെന്ത് ഏകാഗം നടത്തല്
മുത്തിയൂരില്ലേ പറയണത് പൈസ ആകുന്നു എങ്ങനെയാണെന്ന് ശരിക്കും ശരിക്കറിയാം അതല്ല പറയുന്നത് യാഗോത്സവമാണ് അത് യാഗം എന്ന് പറയുമ്പോ പിന്നെ അത് മാറിപ്പോയില്ലേ പോയതാ അങ്ങനെ ഇരുളുണ്ട് ഇരുളിലോ അതെന്നാ ഇരുള് വെളിച്ചം ഉണ്ടാവില്ല പോയി നോക്കണം അങ്ങനെ മനസ്സിൽ പോണം രണ്ട് ഇരുളുണ്ട് ഇങ്ങനെ ബട്ടൻ കെട്ടിയിട്ട് ബട്ടന്നെ കെട്ടണ്ട് ഇരുളിന് ബട്ട കെട്ടുക സാധാരണ പട്ടം കിട്ടലുണ്ട് ആനക്ക് അങ്ങനെ എഴുതുന്ന തെറ്റാണ് ഇതൊക്കെ എനിക്ക് തെറ്റുവാ അയ്യോ ദൈവത്തിന്റെ അടുക്ക് ഒരു തെറ്റുമില്ല നമ്മളടിക്കാ തെറ്റ് അതുകൊണ്ട് അങ്ങനെ യാഗത്തിന് അച്ഛൻ്റെ മുമ്പിലും അമ്മേൻ്റെ കൈയായിട്ട് ഇങ്ങനെ എഴുന്നേൽക്കലാണ് അങ്ങനെ കാണുമ്പോ വെള്ളിയാങ്കല്ലുമ്പേ ചെറുക്കാൻ പാത്തിങ്ങനെ ആരാ നോക്കുന്നേ മുഖത്താമിൻ്റെ അടി അതാ പറഞ്ഞത് ഗജവട്ടളും ഭാഷ ഇങ്ങനെ ഗജവട്ടളും ഭാഷ എങ്ങനെയാ അതന്നെ വലിയ ദൈവത്തിന് അത്രേ ഉള്ളൂ അതല്ലേ പറഞ്ഞത് വായിച്ചേ ഇത്രയല്ലേ ഉള്ളൂ വലിയ വട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോഴേ നോക്കുമ്പോ ദൂരത്ത് കാണുന്ന വായിച്ചേ അടുത്ത് നോക്കുമ്പോ ഒന്നുമില്ല അപ്പോ വലിയ വട്ടവും പായസല്ലോ അടുത്ത പളക്കുന്നു പിന്നെ അങ്ങനെ എന്നിട്ട് വായിച്ച ഞാൻ കഴിഞ്ഞു അല്ലേ ഇനി എന്നാണ് ദൈവം നോക്കുക വായിച്ചേ പച്ചരിയിൽ നിന്ന് വെള്ളവും കുടിച്ച് കുറച്ച് വെള്ളവും നിന്ന് കുറച്ച് നെയ്യും കുടിച്ചിട്ട് അടുപ്പിന്റെ മോൾ ഇരുന്നാല് അപ്പാവൂലേ അത് പിന്നെ പറയാനോ ആ പച്ചരി തിന്നുക വെള്ളവും തിന്നുക അടുപ്പിന്റെ മോളോട് ഇരിക്കുക നന്നായിട്ട് അപ്പം ഉണ്ടാവും അപ്പം പോലെ അപ്പോ ഏതാണ്ട് വായിച്ച അനുഭവിക്കേണ്ടത് വലത്തുനിന്ന് അടുത്തോട്ട് ഇടത്തുനിന്ന് വലത്തോട്ടാ ഏതാ വലത്തേതാണ് തിരിയണ്ടേ ഇത് വലത്തല്ലേ അത് വലത്താണ് ഇത് വലത്താ അങ്ങനെയാണ് നമ്മള് പറയുന്നതിന് ആടെ തന്നെ എന്നാ മതി ആടെ തന്നെ പഞ്ചവാഴ്ച നോക്കുമ്പോ ഇങ്ങനത്തെ ഉള്ളത് തലക്കാ മുട്ടേണ്ടത് അതന്നെ അത് കണക്കാ കല്ലാടിന്റെ തലക്കന്നെ മുട്ടിയാലൊന്നും ഞാൻ
അതല്ലേ പറയുന്നത്. അതെ ദൈവല്ലേ പറഞ്ഞ ഓട്ടക്കണ്ടേ നമ്മള് വേട്ടക്കാർ പോകുന്ന പറഞ്ഞു അങ്ങനെ എഴുതി കൊണ്ടല്ലേ എല്ലാം കൂടി തെറ്റിയാളർക്ക് ജയിച്ചിട്ടുണ്ട്. മുട്ടിയിട്ടില്ലേ? മറ്റേ പോലെയായി വയറുള്ളതുകൊണ്ട് വെള്ളം പോയല്ലോ. കടമിറങ്ങണം ഇപ്പൊ. നടക്കൂല ദൈവേ. വീട് ഇറങ്ങാം അല്ലേ? അങ്ങോട്ടേക്കാ അങ്ങോട്ടൊന്നും പോവാൻ അങ്ങോട്ട് പോയിക്കൂടാ. അതന്നെ നല്ല ബുദ്ധിമുട്ടാണ്. തന്നെയാന്ന് പറയാം. പടിഞ്ഞാറോട്ട് പിടിക്കുന്നതല്ല. അങ്ങോട്ടൊന്നും ആവൂല. ഇങ്ങനെ ധൃതിപ്പെട്ടു പോകുമ്പോ കൈപിടിച്ച് വായി ചെയ്യാം. എല്ലാം പിന്നെ അബദ്ധമായി പോവില്ലേ? നോക്കണോ വെളിപ്പോറ് അതാണ്. ഇനിയൊന്നും നോക്കാനൊന്നുമില്ല. വെച്ചേക്കണ്ടല്ലേ? ഇനി വെച്ചേക്കറ്, ബാക്കി വെച്ചേക്കറ്. അടിച്ച് ശരിയല്ല. അതന്നെ ആ കൃത്യമായിട്ട് കൊണ്ടുപോയി. ഇനി നോക്കാനില്ല. ആ കണ്ടാ കണ്ടാ തീർന്നില്ലേ? ഭൂതത്താനെന്തിനും ഇവിടെ സാക്ഷാത് നല്ലതായിട്ട് ഇവിടെ ഉണ്ടാക്കുമല്ലേ.